ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ക്വിസാണ്. അപ്പോൾ സോഷ്യൽ സയൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. എല്ലാ ചോദ്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും മിസ്സാക്കാനില്ല. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. എല്ലാവരും നോട്ട് എഴുതി തന്നെ പഠിച്ചോളൂ. ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം വരുന്നത് വി ഡി സതീശൻ. എല്ലാവർക്കും അറിയായിരിക്കും, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. അടുത്തത്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഉത്തരം മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം വരുന്നത് തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? എല്ലാവരും ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതായിരിക്കും? ഉത്തരം ഗോവ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ. അടുത്തത്, പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ആരാണ്? പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയനാണ് ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം ഇതാണ്, ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ഉത്തരം വരയാട്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. അടുത്ത ചോദ്യം, സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് കേരള സർക്കാർ 2026 ആരംഭിച്ച പദ്ധതി ഏതാണ്? അപ്പോൾ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് കേരള സർക്കാർ 2026 ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം പ്രിയദർശിനി പദ്ധതി. അപ്പോൾ ഈ ഒരു പദ്ധതിയിലൂടെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര സാധ്യമാണ്. അടുത്ത ചോദ്യം, 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഉത്തരം സ്പെയിൻ. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യമാണ് സ്പെയിൻ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ, ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എല്ലാവരും ഉത്തരം ഒന്ന് ഗസ് ചെയ്ത് നോക്കണം കേട്ടോ. ഉത്തരം ദാദാബായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാബായ് നവറോജി. അടുത്തത്, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായി കരുതപ്പെടുന്ന സൈനികൻ ആരാണ്? ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായി കരുതപ്പെടുന്ന സൈനികൻ ആരാണ്? ഉത്തരം മംഗൽ പാണ്ഡെ. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായി കരുതപ്പെടുന്ന സൈനികനാണ് മംഗൽ പാണ്ഡെ.
അടുത്ത ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ജമ്മു കാശ്മീർ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. അടുത്ത ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? ഉത്തരം പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ. അടുത്ത ചോദ്യം, ലോക അധ്യാപക ദിനം എന്നാണ്? ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നതെന്നാണ്? ഉത്തരം ഒക്ടോബർ 5. ഒക്ടോബർ 5-നാണ് ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ, ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് ആര്? ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചിരിക്കുന്നത് വിൻസ്റ്റൺ ചർച്ചിലാണ്. അടുത്ത ചോദ്യം, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്, ഇത് പറഞ്ഞതാര്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്, ഇങ്ങനെ പറഞ്ഞതാരാണ്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെ വാക്കുകളാണ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ പത്രം, കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഉത്തരം രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം. അടുത്ത ചോദ്യം, ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്നാണ്? ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്നാണ്? ഉത്തരം 1920. 1920-ലാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം എൻ ഷംസുദ്ദീൻ. കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? എൻ ഷംസുദ്ദീനാണ്. മറക്കരുത്, പ്രധാനപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉത്തരം ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഓക്കെ, അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെട്ടത് ആര്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെട്ടത് ആരാണ്? ഉത്തരം അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസഫ് അലി. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഉത്തരം വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. അടുത്ത ചോദ്യം ഇതാണ്, ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം BR അംബേദ്കർ. ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? BR അംബേദ്കർ. അവസാന ചോദ്യം ഇതാണ്, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം K. കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? K. കേളപ്പനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സോഷ്യൽ സയൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാന ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.